हो। ഇന്നത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്നത് 2 തിമോത്തി 2 തിമോത്തിയോസ് എഴുതിയതായ 2-ാം ലേഖനം 2:15. आज की वचन की चिंता के लिए और दूसरा तिमोती और दूसरा अध्याय में से हम मनन करें। അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. വേഴ്സൊന്നുകൂടെ പറഞ്ഞേ. 2 തിമോത്തി തിമോത്തിയോസ് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യം. दूसरा तिमोती दूसरा अध्याय की 15वां पद में ये वचन दिया: अपने आप को परमेश्वर का ग्रहण योग्य और ऐसा काम करने वाला ठहराने का प्रयत्न कर जो लज्जित होने ना पाए और जो सत्य के वचन की ठीक विधि से काम में लाता हो. സഭയിൽ കാലാകാലങ്ങളിലും തെറ്റായ ഉപദേശങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. मंडली में आजकल दिनों में कई प्रकार की गलत शिक्षा आप पहुंचा है. അതുകൊണ്ട് പ്രത്യേകിച്ച് തൻ്റെ ശിഷ്യനായ തൻ്റെ ആത്മീയ പുത്രനായ തിമോത്തിയോസിനെ പൗലോസ് ഉദ്ബോധിപ്പിക്കുകയാണ്: നീ സത്യവചനം മാത്രമേ സംസാരിക്കാവൂ എന്ന്. इस समय में कई प्रकार की गलत शिक्षा मंडली में आया. इसी कारण में प्रेरित पौलुस ने अपने शिष्य तिमोथियुस को हुकूमत दी है, ये गलत शिक्षा नहीं सिखाए, सीधा सादा सही रीति पर वचन की घोषणा सिखाना कर्तव्य आपकी है. തിമോത്തിയോസിനെ കുറിച്ച് പറയുമ്പോൾ അവൻ പൗലോസിന്റെ ശ്രദ്ധേയമായിട്ടുള്ളതായ ലിസ്ട്രയിലുള്ളതായ ഒരു സുവിശേഷ പ്രഘോഷണത്തിന് പങ്കെടുത്തിരുന്നതായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. और तिमोथियुस के बारे में यही वचन है: अच्छे सादा सीधा मार्ग में जाते हैं, विश्वास की झंडा सिर पकड़ते हुए विश्वास योग्य रहा हुआ एक आदरणीय व्यक्ति थे. അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവം ചെയ്തതായ അത്ഭുത പ്രവർത്തികൾ, അത്ഭുതകരമായിട്ടുള്ളതായ അത് സൗഖ്യദായക ശുശ്രൂഷയെ കണ്ടപ്പോൾ അവിടെയുള്ള ജനങ്ങളെല്ലാവരും പൗലോസിനെ ആരാധിക്കാൻ തുടങ്ങി. प्रेरित पौलुस के द्वारा वहां आश्चर्य काम वहां पर उत्पन्न हुई, जो देखते हुए वहां की लोग पौलुस महान है समझकर पौलुस को आराधना करने के लिए शुरू हुई. പിന്നത്തേതിൽ സത്യവചനം അവരോട് പ്രസംഗിച്ചപ്പോൾ അവർ പൗലോസിനെ പീഡിപ്പിക്കുന്നതിന് തുടങ്ങി. सच्चाई वचन प्रेरित पौलुस ने वो भीड़ों को सिखाने के लिए शुरू किया. तब प्रेरित पौलुस की ओर आंदोलन उन्होंने शुरू किया. പൗലോസിനെ കൊല്ലുവാനത്രേ അവർ ശ്രമിച്ചത്. उन्होंने ये भीड़ पौलुस को सताने के लिए प्रयत्न किया. പൗലോസിലൂടെ ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തികൾ കണ്ടിട്ട് തിമോത്തിയോസും അതുപോലെ തിമോത്തിയോസിന്റെ അമ്മയും ഈ യേശുവിനെ കർത്താവിന്റെ രക്ഷിതാവുമായി സ്വീകരിച്ചു. प्रेरित पौलुस ने इतना आश्चर्य अद्भुत काम किया करता है, वो देखते हुए तिमोथियुस और तिमोथियुस की माँ भी और माधा भी और प्रेरित पौलुस के वचन के पीछे हो लिया. എന്നാൽ ജനം പൗലോസിനെ കല്ലുകൊണ്ട് എറിയുകയും മരിച്ച അവസ്ഥയിൽ മരിച്ചു എന്ന് അവർ വിചാരിച്ച് അവിടെ ഇട്ടേച്ചു പോവുകയും ചെയ്തു. लेकिन भीड़ों ने प्रेरित पौलुस को पत्रवाह किया. लोग सोचने लगा पौलुस की मृत्यु हो गई, ये सोच समझकर लाश जोड़कर उन्होंने चले गया. എന്നാൽ അടുത്ത ദിവസം വീണ്ടും പൗലോസ് ആ സ്ഥലത്ത് വരികയും സുവിശേഷം അറിയിക്കുകയും ചെയ്തു.
लेकिन दूसरा दिन प्रेरित पौलुस ने वहां पर आया और सुसमाचार सुनाने दिया. ആ മീറ്റിംഗിൽ വെച്ച് യൂനിസും അവരുടെ മകൻ തിമത്തിയും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പൗലോസിനെ പിന്തുടരുവാൻ തീരുമാനിച്ചു. वो ही स्थान में तिमोथियुस और उनके माताजी भी यीशु को अपनाया. प्रेरित पौलुस को वचन सुनते हुए उनका पीछे हो लिया है. സഭയുടെ ചരിത്രം നാം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം മുതൽ ഇന്ന് വരെയും സഭയിലെ കാലാകാലങ്ങളിലെ ദുരുപദേശങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്. और मंडली की इतिहास हम देखेगा, प्रारंभ समय से लेकर वो गलत शिक्षा उनका बीच में आया और सिखाने शुरू किया. എന്നാൽ അടിസ്ഥാനപരമായിട്ടുള്ള സഭയുടെ ഉപദേശങ്ങളിലെ അത് മായം ചേർത്തുകൊണ്ട് വചനത്തെ ഭാഗികമായിട്ട് വളച്ചൊടിച്ച് സംസാരിക്കുന്നതായ പഠിപ്പിക്കുന്നതായ ഒരു പ്രവണത ഇന്നും സഭയിലുണ്ട്. और उसी जमाने में और आज भी गलत शिक्षा और वचन अपने मन भावने के आधार पर सिखाने वाला शिक्षक आज भी मंडली में है. വചനത്തോടൊപ്പം കെട്ടുകഥകളും ഐതിഹ്യങ്ങളും കൂട്ടിക്കലർത്തി വചനഘോഷണം നടത്തുന്നതായ ഒരു പതിവ് സഭയിൽ അന്നേ ഉണ്ടായിരുന്നു. और वचन की घोषणा के साथ इतिहास और परंपरागत वो शिक्षक भी मंडली के अंदर आ पहुंचा है. സത്യവചനം ഘോഷിക്കുവാൻ പൗലോസ് തിമോത്തിയോസിനെ ഉപദേശിക്കുകയാണ് ചെയ്തത്. और प्रेरित पौलुस ने तिमोथियुस को परमेश्वर के ग्रहण योग्य और ऐसा काम करने वाले ठहराने का प्रयत्न कर. അതെ, മറ്റ് ദുരുപദേശങ്ങൾ തന്റെ വചന ശുശ്രൂഷയിൽ കടന്നുകൂടരുത് എന്ന് മുന്നറിയിപ്പ് കൊടുത്തു. और दुरभिमानी, दुर उपदेश, दुष्ट भ्रष्टाचार बात मंडली के अंदर ना आए, उसके विरोध में लड़ने के लिए उनको हुकूमत दी. ഈ ഫോൾസ് ടീച്ചേഴ്സ്, ദുരുപദേശം പ്രസംഗിക്കുന്നതായ ശുശ്രൂഷകന്മാര് സഭയ്ക്ക് വളരെ ദോഷം ചെയ്യുന്നു. അത് അവരിലൂടെ പ്രവർത്തിക്കുന്നത് ദുരാത്മാവത്രേ. और गलत शिक्षा देने वाले ये जादू टोना करने वाले की न्याय किया करते हैं. उसी जमाने में थे, आजकल दिनों में भी ये चलते हैं. സഭയില് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തീയ മതം സ്വീകരിച്ചതോടുകൂടി വ്യാപകമായിട്ട് സഭകൾ സ്ഥാപിക്കപ്പെട്ടു, പള്ളികൾ സ്ഥാപിക്കപ്പെട്ടു. और उन्हें ऐसे मसीह की नाम लेते हुए उन्होंने मंडली स्थापित किया और गलत शिक्षा भी मंडली में आया. അപ്പോ പള്ളികളിൽ ആരാധിക്കുവാൻ വന്നതായ ജനത്തിന് ഒരാവശ്യമുണ്ടായി. അവർ രാജാവിനോട് പറഞ്ഞു, ഞങ്ങൾ മുമ്പ് വിഗ്രഹാരാധികളായിരുന്നപ്പോൾ, ജാതികളായിരുന്നപ്പോൾ ഞങ്ങൾക്ക് സേവിക്കുന്നതിന് വേണ്ടി, ആരാധിക്കുന്നതിന് വേണ്ടിയും മിഥ്യാമൂർത്തികൾ ഉണ്ടായിരുന്നു, വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ ക്രിസ്തീയ മതം സ്വീകരിച്ചതോടുകൂടി ഇതൊന്നും ഞങ്ങൾക്കില്ല, ആരാധനാമൂർത്തികളൊന്നും ഞങ്ങൾക്കില്ലല്ലോ. അതായിരുന്നു അവരുടെ കംപ്ലൈന്റ്. और भाषा को ये बात कहने लगा, हम पहले मसीह में आने का पहले मंदिर में थे, वहां पर मूर्ति पूजक होते रहते थे, और मसीह में ईसाई नाम लिया है. हमारा बीच में कोई देवी देवता या कोई चिन्ह नहीं है, ये कहने लगा. അപ്പോ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ജനത്തോട് പറഞ്ഞത്, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, മറിയയുടെയും യോസേഫിന്റെയും യേശു കുഞ്ഞിന്റെയും ഒക്കെ അത് വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആരാധിച്ചോളൂ എന്ന് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. और बादशाह ने आज्ञा दी, तूने एक काम कर, मसीह का नाम और उनकी माता मरियम की और बेटा पुत्र की ऐसा पुतली बना ले और गिरजाघर में रखे प्रार्थना शुरू करे. അങ്ങനെ അത്രേ സഭയിൽ വിഗ്രഹാരാധന ആരംഭിച്ചത്. ऐसी प्रकार मंडली में मूर्ति पूजक शुरू की. പണ്ട് കാലത്ത് നമുക്കറിയാം, പിന്നെ പാപമോചന ചീട്ടുകൾ വിറ്റ് പണം ഉണ്ടാക്കുന്നതായ ഒരു സമ്പ്രദായം സഭയിൽ ഉണ്ടായിരുന്നു.
पहले शताब्दियों में और हमारा अपराध पाप में से क्षमा देने की खत देते थे, वो बात वहां पर थे। കോടിക്കണക്കിന് മറിയയുടെ വിഗ്രഹങ്ങൾ ലോകത്തെങ്ങും സ്ഥാപിച്ചിരിക്കുന്നു. करोड़ों करोड़ों रुपया की और मूर्ति, मरियम की मूर्ति मंडलियों में आया पूजा कर्म करते रहते हैं। ഇപ്പോൾ സഭാ നേതൃത്വം അത് തിരിച്ചറിഞ്ഞ് അവർ തെറ്റുകൾ തിരുത്തിക്കൊണ്ടിരിക്കുന്നു. मंडली के शीर्ष में बैठने वाले ये गलत शिक्षा है कहकर और उल्टा बात करते हैं। കഴിഞ്ഞ കാലങ്ങളിൽ ഇതേ സഭ തന്നെയാണ് മറിയയോട് പ്രാർത്ഥിച്ച് അത് സായുജ്യം അടയുവാൻ തക്കവണ്ണം ജനത്തെ പഠിപ്പിച്ചത്. यही मंडली पहले समय में जो मरियम की ओर प्रार्थना करे संतृप्त हो जाए कहलाता था। സഭയുടെ ദുരുപദേശ നിമിത്തം കോടിക്കണക്കിന് ആളുകളാണല്ലോ ഇന്ന് വരെയും അത് ക്രിസ്തുവിലുള്ളതായ രക്ഷയെക്കുറിച്ച് അറിയുവാൻ കഴിയാതെ വണ്ണം തെറ്റായ പഠിപ്പിക്കൽ നിമിത്തം ആ അവസരം നഷ്ടപ്പെട്ടതായ വ്യക്തികൾ. करोड़ों करोड़ों लोग गलत शिक्षा में फंस गई। सच्चाई मसीह की नाम लेने की विरोध में शैतान की जुआ में झुके हुए लोग बन गए थे। അതുകൊണ്ട് ഇവിടെ വളരെ പ്രധാനപ്പെട്ടതായ ഒരു വിഷയമത്രേ നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. इसी कारण में आज आपकी ओर पहुंचाने के लिए आग्रह की ये वचन की सच्चाई धार्मिकता क्या है सिखाने के लिए मैं आग्रह के साथ और आया है। തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 3-ാം വാക്യം നമുക്ക് നോക്കാം. 1:3. और पहले अध्याय की 3रा पद में यही पाया जाता है, അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കാം. जैसे मैंने मकदूनिया को जाते समय तुझे समझाया था कि इफिसुस में रहकर कुछ लोगों को आज्ञा दे कि अन्य प्रकार की शिक्षा ना दो. ശുദ്ധ ഹൃദയത്തോടും നല്ല മനസാക്ഷിയോടും നിർവ്യാജ വിശ്വാസം അത് പ്രചരിപ്പിക്കുവാനത്രേ അദ്ദേഹം ആവശ്യപ്പെട്ടത്. अच्छे मन अच्छे विवेक के साथ ये धर्मशास्त्र सिखाने के लिए हुकूमत दी. അതുകൊണ്ട് വചനം കൈകാര്യം ചെയ്യുന്ന വളരെ ശ്രദ്ധയോടുകൂടിയും വളരെ ഭക്തിയോടുകൂടി ദൈവാശ്രയത്തോടുകൂടി വചനം സംസാരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. परमेश्वर के वचन हाथ में लेकर उपयोग करने वाले बहुत ध्यान से और परमेश्वर की आज्ञाकारी होकर वचन सिखाना हमारा कर्तव्य है. വചനം പ്രസംഗിക്കുന്നവനെ പിശാച് സ്വാധീനിച്ച് തെറ്റായിട്ടുള്ളതായ ഒരു ഉപദേശം കടന്നുകൂടുകയാണെങ്കിൽ, തെറ്റായ ഒരു വാക്ക് കടന്നുകൂടുകയാണെങ്കിൽ അത് അനേകർക്ക് അത് വിശ്വാസ ജീവിതത്തിൽ വളരുവാൻ കഴിയാതെ ഉള്ളതായ അവസ്ഥകൾ ഉണ്ടാകും. गलत शिक्षा सिखाने के कारण बहुत सारे लोग मसीह के प्रेम वचन से रहित होकर अन्य शिक्षाओं में सिर झुका जाता है. അതുകൊണ്ടാ പറയുന്നത്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കുവാൻ ആവശ്യപ്പെടുന്നത്. इसी कारण में समझाया था कि इफिसुस में रहकर कुछ लोगों को आज्ञा दे कि अन्य प्रकार की शिक्षा ना दे. ഒരു വ്യക്തിക്ക് ക്രിസ്തീയ വിശ്വാസി എന്ന് അഭിമാനിക്കുവാനും അല്ലെങ്കിൽ ദൈവവചനം വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിനും അതേസമയം തൻ്റെ ജീവിതം സത്യവചനത്തിൽ നിന്നും ഘടകവിരുദ്ധമായിരിക്കുകയാണെങ്കിൽ അത് ഒരു കപടത നിറഞ്ഞതായ ഒരു ജീവിത ശൈലി അത്രേ. मसीह ने सौंपा हुआ याथार्थ्य सत्य वचन छोड़कर अन्य बात सिखाने के लिए एक व्यक्ति शुरू हो गया तो मानो वो व्यक्ति मसीह में की वचन से रहित है, बाहर है.
ഇന്ന് ക്രിസ്തീയ സഭയെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് അവർ പ്രസംഗിക്കുന്നത് പോലെ ജീവിക്കുവാൻ കഴിയാത്തതായ അനേകം ദൈവവേലക്കാർ. आजकल दिनों में हम देखते हैं मंडली को हुकूमत करने वालों मंडे मसीह ने दिया हुआ आज्ञाकारी की बागर सिखाकर अपने लोगों को भटकाते हैं. നാലാം അധ്യായം ഫസ്റ്റ് തിമോത്തിയോസ് 4-ന്റെ 1-2 വാക്യങ്ങൾ. पहले तिमोथीस 4 अध्याय 4 अध्याय के पहले और दूसरा पद में यह बात पाया जाता है, परंतु आत्मा स्पष्टता से कहता है कि आने वालों समयों में कितनों लोग फरमाने वाली आत्माओं और दुष्टात्माओं की शिक्षाओं पर मन लगाकर विश्वास से बहकर जाएंगे. വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഫോഷ്ക പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. फरमाने वाली आत्माओं और दुष्टात्माओं की शिक्षाओं पर मन लगाकर विश्वास में बह जाएंगे. കാപട്യത്തോടുകൂടി ജീവിക്കുന്നതായ ദൈവവേലക്കാർ അവര് പിശാചിന്റെ ഉപദേശങ്ങൾ അത്രേ പലപ്പോഴും ജനത്തെ പഠിപ്പിക്കുന്നത്. दूसरा पद में लिखा है, यह मन झूठे मनुष्यों के कपट के कारण होगा, जिनका विवेक मानो जलते हुए लोगों से दगा गया है. പിശാജ് ചില മനുഷ്യരുമായിട്ട് ഒരു കൊളാബറേഷനിൽ എത്തിയിട്ട് അവരെ സ്വാധീനിച്ചിട്ട് ചില ജനത്തെ കൂട്ടമായിട്ട് വഞ്ചിക്കുന്നതായ ഒരു പ്രവണത. അത് ഞാൻ ഉദാഹരണം പറയുവാൻ ആഗ്രഹിക്കുന്നില്ല, നമുക്കറിയാവുന്നതാണല്ലോ. ये शैतान ने कई लोगों को हृदय की और उनका सच्चा विश्वासों को छीन लिया है, उनकी रास्ता पर लोगों को भटकाते हैं. ആളുകൾക്ക് കേൾക്കുവാൻ കർണരസപ്രദമായിട്ടുള്ളതായ ആശ്വാസപ്രദമായിട്ടുള്ളതായ വചനങ്ങൾ പറയും. और मनुष्यों ने ताली बजाने के लिए, आनंद मगन होने के लिए अपना इच्छा पर उनकी लालसाओं में वचन फटकाते हैं. അവർ കേൾക്കുന്നത് വചനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. उन्होंने सुना है, गलत शिक्षा सुना होगा. സഭയെ അത് വഞ്ചിക്കുന്നതിന് വേണ്ടിയും ഒളിഞ്ഞും തെളിഞ്ഞും സാത്താന്യ ശക്തികൾ ഇന്നും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. और शैतान ने सीधा और जोकर ये वचन सिखाते हैं, लोगों को भटकाते हैं, शैतान की वश में लाते हैं. നാം കേൾക്കുന്ന വചനങ്ങൾ അത് ക്രൂശിന്റെ വചനങ്ങൾ അല്ല എങ്കിൽ അത് വെറും കാപട്യമത്ര കടങ്കഥയത്രേ. और वचन की घोषणा देता है, वो वचन कपट रीति पर होता है, इसी कारण में मसीह में से लोग रहित जाते हैं. അതുകൊണ്ട് വചനം ഘോഷിക്കുന്ന വളരെ ജാഗ്രതയോടുകൂടി പ്രാർത്ഥനാപൂർവം അത് ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ അത്രേ. इसी कारण में लोग मसीह की वचन सुनाने में बहुत इतनी जागृति में सुनाना चाहिए. പാപത്തെ കുറിച്ച് ജനത്തെ ബോധവൽക്കരിക്കുന്നതിന് പലപ്പോഴും ശുശ്രൂഷകന്മാർ തയ്യാറാകുന്നില്ല. पाप और अपराध के बारे में स्पष्ट रीति पर सिखाता है, ये सिखाने के विरोध में उसको पाप को मालिश पॉलिश करके जाते हैं. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അടിവരയിട്ട് പറയുന്നതായി ഒന്നത്തെ പാപം അത് സ്വർഗരാജ്യത്തെ അവകാശമാക്കുവാൻ മനുഷ്യന് തടസ്സമായി നിൽക്കുന്ന ഒന്നാണ് പാപം എന്ന്. पुराना नियम में, नया नियम में और वचन के नीचे घेर मारकर ऐसे वचन देते हैं, वो बात तो स्पष्ट है
गलत शिक्षा मंडली में आना ना दे। അതെ, പാപത്തെ ഉപേക്ഷിക്കാത്തതായ ഒരു വ്യക്തിക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയില്ല. पाप अपराध त्याग ना सिवा उसमें रहने वालों कोई किसी भी स्वर्ग राज्य की मिरास ना पाएगा। ഓ, നാം കുരിശ് കാണുമ്പോൾ എന്താണ് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നാം പാപത്തിന് മരിക്കണം എന്നത്രേ. और धर्मशास्त्र यही हमें सिखाते हैं, कोई भी मसीह में स्वर्ग राज्य जाना चाहता है तो पाप की अपराध में मृत्यु पाना जरूरत है। വചനം നമ്മെ പഠിപ്പിക്കുന്നത് അഥവാ യേശു പഠിപ്പിച്ചത് ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്ക എന്ന്. वचन हमें यही बात सिखाता है, अपना क्रूस उठाकर मेरे पीछे हो लिया जाए। ഇന്ന് വളരെ പോപ്പുലർ ആയിട്ടുള്ളത് ക്രൂശില്ലാത്തതായ ക്രിസ്തീയ ജീവിതം അത്രേ. लोगों को ऐसे सिखाते हैं, कष्ट दुख भोग बिना सुख सुखी में जीना और मसीह की जिंदगी है। അതെ, പാപം അത് ഉപേക്ഷിക്കാതെ നിലനിർത്തിക്കൊണ്ട് തന്നെ യേശുവിനെ ഫോളോ ചെയ്യുക എന്ന് ഒരു ചിന്ത ജനങ്ങളുടെ ഇടയിൽ കൂടിയിരിക്കും. और पाप त्याग नहीं करते हैं, पाप करते ही रहते हैं और मसीह को अपनाकर जीवन बिताए, ये सिखाते हैं। സ്വയത്തെ കൃഷിക്കാതെ തന്നെ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നതായ അനവധി വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയും. अपने शरीर को त्याग करके मसीह का जीवन की हाल अपनाते हुए जीवन बिताना हमारे लिए सौंपा हुआ वचन है। അത് ക്രിസ്തുവിനെ മഹത്വം കൊടുക്കുന്നതിന് വേണ്ടി സ്വയം മഹത്വം എടുത്തുകൊണ്ട് ജീവിക്കുന്നതായ വ്യക്തികൾ. महिमा मसीह को नहीं देते हैं, अपना स्वयं महिमा लेने वाले लोग आगे होते हैं। തങ്ങളുടെ ജീവിതത്തിലുള്ള ചില ചിന്താഗതികൾ, ചില ആഗ്രഹങ്ങൾ അത് വിഗ്രഹത്തിന് തുല്യമായിട്ടുള്ളതാണ്. और मनुष्य की लालसा, इच्छा, आग्रह स्वयं भोग काम के लिए उपयोग करते हैं। അതെല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവർ. और सब कुछ अपने मन में रखते हुए, जिंदगी में रखते हुए मसीह का पीछे हो लिया जाते हैं लोग। പലവിധമായിട്ടുള്ള മോഹങ്ങളും അതുപോലെ നിഗളവും ഉള്ളതായ വ്യക്തികളും യേശുവിനെ ഫോളോ ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്നു. कई प्रकार की भोग में जाते हुए मसीह की सच्चाई वचन छुपा कर रखकर अपने आप की मनभावनी से जीवन सिखाने वाले लोग आजकल दिनों में है। ക്രൂശിന്റെ അനുഭവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് അവന്റെ നിഗളത്തെയും സ്വയത്തെയും പാപത്തെയും അത് തകർക്കുന്നതിന് മതിയായതാണ്. और क्रूस यीशु मसीह की वचन सुनाने की समय घमंड करते हैं, अहंकार में होते हैं, वो अभी स्वभाव हो गया है। അതെ, നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ, പാപത്തെ നമുക്ക് ബോധ്യപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ യേശുവിന്റെ വചനത്തിന് കഴിയും. हमें रूपांतर करने के लिए, जीवन को बदलाहट लाने के लिए मसीह का वचन हमारे लिए काफी है। അതുകൊണ്ട് ഫോൾസ് ടീച്ചിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്രിസ്തുവിനെ ഫോളോ ചെയ്യാൻ കഴിയും, അതേസമയം പാപത്തെയും അതുപോലെ സ്വയത്തെയും മോഹത്തെയും നിഗളത്തെയും അത് കൂടെ കൊണ്ട് നടക്കാനും കഴിയും. और लोगों को यही प्रकार की सिखावत है, यीशु का पीछे हो लिया जाओ, यीशु को मानो, सही है। वो जाने का समय तुम्हारा जिंदगी की शरीर अभिलाषा और उसका लालच और दुष्प्रयोग, ये सब कुछ भी त्याग करने का कोई जरूरत नहीं। यीशु की नाम ले, वो अच्छा रहेंगे. നാം കേൾക്കുന്ന നിരവധി പ്രസംഗങ്ങളിലെ അതെ നമ്മുടെ വേദനകളും കഷ്ടതകളും ഇല്ലാത്ത ഒരവസ്ഥ, ജീവിതത്തിലെ പരീക്ഷകളില്ലാത്ത അവസ്ഥ, പീഡനങ്ങളില്ലാത്ത ഒരവസ്ഥ, അങ്ങനെയുള്ളതായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ വിശ്വാസ ജീവിതം മുഖാന്തരം സാധ്യമായി തീരും എന്ന് പഠിപ്പിക്കുന്നു. और आजकल दिनों में सिखावत यही है, हमारा जिंदगी अच्छे सुख सुखी में है, शरीर में बीमार सिवा है, चंगाई मिलेगा और अद्भुत काम होएगा
हमारे पारिवारिक जीवन सुख रहेंगे, इत्यादि बातों को कह कर लोगों को हिलाता है, उनका मन तड़पने देते हैं, इसी कारण में उपदेश की बाहर जाते हैं. എന്നാൽ നമുക്കറിയാം വിശ്വാസ ജീവിതത്തില് നിരവധി പ്രതിസന്ധികളും അതുപോലെ തന്നെ പരീക്ഷകളും ഒക്കെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നു. हमारा विश्वास जिंदगी कई प्रकार की परीक्षा में हम गिरते हैं. परीक्षा में से विजय पाते हुए यीशु का पीछे हो लिया जाने के लिए मसीह की वचन हमें आमंत्रण दिया है. പലരും നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസമുണ്ടായെങ്കിൽ പിന്നെ വളരെ പ്രശ്നരഹിതമായിട്ടുള്ളതായ സ്മൂത്ത് ആയിട്ടുള്ളതായ ഒരു വഴി നമുക്ക് നമ്മുടെ മുമ്പിൽ ഉണ്ടാകും എന്ന്. आजकल दिनों में लोग हमें सिखाते हैं और विश्वास में सिर पकड़ कर रहो, जिंदगी कैसा भी बर्बाद हो वो कोई बात यहाँ पर नहीं, विश्वास में पकड़ते रहो, ऐसा होवे तो स्वर्ग राज्य की मिरास बनेगा. ये बात നിരുപദേശം നൽകുന്നതായ വ്യക്തികൾ നമ്മുടെ ഓരോ പ്രതിസന്ധികളെയും പരീക്ഷകളെയും അത് ഒരു പരാജയമായിട്ട് ചിത്രീകരിക്കും. गलत शिक्षा में हम जाएगा तो वो शिक्षा पाएगा तो हमारा जिंदगी में बहुत कष्ट दुख भोगना पड़ते हैं. അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായം 22-ാം വാക്യം. प्रेरितों का काम 14 अध्याय की 22वां पद, 14 अध्याय की 22वां पद में ये वचन दिया है. അവിടെ നാം വായിക്കുന്നത് നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നു എന്ന്. और बहुत प्रकार की कष्ट भोग कर स्वर्ग राज्य की मिरास बनने के लिए आमंत्रण दिया है. 14-22 വായിക്കാം നമുക്ക്. 14 अध्याय की 22वां पद हम देखे. प्रेरितों का काम 14 अध्याय की 22वां पद में, और चेलों के मन को स्थिर करते रहे और यह उपदेश देते थे कि विश्वास में बने रहो, और यह कहते थे हमें बड़े क्लेश उठाकर परमेश्वर के राज्य की प्रवेश करना होगा. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുക ചെയ്യും, വിശ്വാസികള് നിരവധി ഘട്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്ന് പ്രബോധിപ്പിച്ചു. ये स्पष्ट रीति पर यहाँ पर सिखावत है, हमें बड़े क्लेश उठाकर परमेश्वर के राज्य में प्रवेश करना होगा. കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഒരു ശുഭഭാവി അത്രേ. मसीह ने हमें प्रतिज्ञा दी एक शुभ भविष्य. എന്നാൽ നാം ആ ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് നിരവധി പരീക്ഷണങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വരും. वो स्थान में मसीह ने हमारे लिए दिया वायदा पाना चाहता है तो कई प्रकार की कष्ट शोक भोग कर हम जाना पड़ता है. നാം സുവിശേഷം കേൾക്കുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മെ നിയന്ത്രിച്ചിരുന്നതായ ആ പഴയ മനുഷ്യനെ നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുന്നതിനിടയായി തീരണം. मसीह में हम जाना जीना चाहता है तो हमारे पुराने पाप अपराध त्याग कर मसीह का पीछे हो लिया जाना जरूरत है. നാം കിട്ടുന്ന അവസരങ്ങളെല്ലാം ദൈവസ്നേഹത്തെ കുറിച്ച് വലിയ രീതിയിൽ വർണ്ണിക്കുകയും ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതായ അനുസരണയെ കുറിച്ച് മറന്നു പോവുകയും ചെയ്യുന്നു. हम आचार्य के मसीह की वचन की घोषणा में रहने का समय और वचन की सामर्थ्य हमारे में आकर मसीह की जिंदगी हम पाना जरूरत है. തന്റെ ശരീരത്തിലെ രക്തം മുഴുവനും നമുക്ക് വേണ്ടി ഒഴുക്കി തന്നത്രയും ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കർത്താവ് നമ്മെ നയിച്ചത്. मसीह ने इतनी जवान दिशा में इनकी रक्त बहाकर लोहू बहाकर हमारे लिए आखिरी बूंद तक दी, और हमको रक्षा करने के लिए रक्षक होकर मसीह ने आया है. ക്രിസ്തുവിന്റെ ക്രൂശ് വഹിച്ചുകൊണ്ട് ഇടുങ്ങിയ വാതിലൂടെ നാമും സഞ്ചരിക്കുമ്പോൾ രക്തമയമായ അനുഭവങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും.
मसीह की वचन हम उठाते हैं, लेते हैं, ऐसी सेवा काम में जाते हैं, कई प्रकार की शोक कष्ट भोगना पड़ते हैं। അതുകൊണ്ട് കഷ്ടങ്ങളില്ലാത്തതായ വേദനയില്ലാത്തതായ ഒരു സുവിശേഷം പറയുമ്പോൾ അത് ആളുകൾക്ക് വളരെ സന്തോഷകരമായിരിക്കും, ആസ്വാദ്യകരമായിരിക്കും. എന്നാൽ നരകം സന്തോഷിക്കുന്ന ഒരവസ്ഥ എത്രയാ അത്. और हमारा जिंदगी में इसी प्रकार की वचन की सच्चाई सीख कर हम जाते हैं, मसीह की संधान हम बन गया तो नरक हमको देखते हुए दुखित खेदित होते हैं। ഈ നാളുകളിൽ അനേകം മോട്ടിവേഷൻ സ്പീക്കേഴ്സ് നമുക്ക് കാണുവാൻ കഴിയും. अत्याधुनिक रीति पर सुसमाचार की घोषक आजकल दिनों में खड़ा है। പലരും ഈ നാളുകളിലെ യേശുക്രിസ്തുവിനെ വെറും ഒരു മോട്ടിവേഷൻ സ്പീക്കറായിട്ട് അത് തരം താഴ്ത്തിയിരിക്കുന്നു. बहुत सारे लोग प्रचारकों ने मसीह को एक कारण बनाकर आगे खड़ा करके उन्होंने शिक्षा गलत रीति पर देते हैं। കാൽവരിയിലേക്ക് നാം നോക്കുകയാണെങ്കിൽ അവിടെ എന്താണ് കാണുന്നത്? ദൈവത്തിന്റെ നിയമം ദൈവം നിറവേറ്റുക എത്ര ചെയ്തത്. कालवरी शिला पर, क्रूस पर हम देखते हैं ये क्या बात है। यहोवा परमेश्वर ने कहा हुआ वो वचन संपूर्ण रीति पर अपनाया, ग्रहण किया, लोगों को दिखाया यीशु मसीह। നമ്മുടെ പാപം, ലോകത്തിന്റെ പാപം ഏറ്റുകൊണ്ട് ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി ശിക്ഷ അനുഭവിച്ചതായ യേശുക്രിസ്തു, അതിലൂടെ നാം കാണുന്നത് ദൈവത്തിന് നമ്മളോടുള്ളതായ സ്നേഹമത്രയാണ്. हमारा पाप, अपराध, शिक्षा, गलत जीवन यीशु मसीह स्वयं अपनाया, उठाया, लिया और हमारे लिए जीवन त्याग किया। പാപം നിമിത്തം ദൈവത്തിന് നമ്മോടുണ്ടായിരുന്നതായ ദൈവക്രോധത്തിന് യേശുക്രിസ്തു തന്റെ രക്തത്താൽ പരിഹാരമുണ്ടാക്കി. पाप के निमित्त, पाप के कारण यीशु मसीह ने स्वयं अपना जीवन परमेश्वर के हाथ में दिया है। ക്രിസ്തു നമുക്ക് സ്വർഗരാജ്യം അവകാശമാക്കിയത് തന്റെ വിലയേറിയ രക്തം നമുക്ക് വേണ്ടി ചൊരിഞ്ഞിട്ടത്രേ. यीशु मसीह स्वर्ग राज्य की मिरास बन गया। कैसा है? हमारे लिए रक्त बहाकर, जीवन त्याग कर कर, उपदेश में रहकर मृत्यु पाया है। അതുകൊണ്ട് ക്രൂശില്ലാത്തതായ ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് കോടിക്കണക്കിന് ആളുകളെ അത് ഡിസീവ് ചെയ്തിരിക്കുന്നു, വഞ്ചിച്ചിരിക്കുന്നു. क्रूस की मृत्यु की प्रेम हमारा जीवन में नहीं लाने के लिए करोड़ों करोड़ों लोग अधमा और शत्रुओं की वश में गिर पड़ी है। നാം ക്രൂശ് എടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിക്കുമ്പോൾ ഒരു പാപി ഒരു വിശുദ്ധനായി മാറ്റപ്പെടുന്നു. हम क्रूस उठाकर यीशु का पीछे हो लिया जाता है। एक पापी अपराधी मसीह को अपनाते हैं, मसीह की संतान बन जाते हैं। അങ്ങനെ ക്രൂശിക്കപ്പെടുന്നതായ ഒരു വ്യക്തിക്കുള്ളതത്രേ സ്വർഗരാജ്യം. ऐसे ऐसे रीति पर अपने जिंदगी को क्रूसारोहित कर अपने स्वयं त्याग कर कर मसीह के लिए जिएगा तो उन्हीं के लिए है स्वर्ग राज्य। അത് തെറ്റായി ജനത്തെ ഉപദേശിക്കുന്നതായ വ്യക്തികൾ നീതീകരണത്തെ കുറിച്ച് പറയും. അത് മാനസാന്തരമില്ലാത്തതായ പാപം ഏറ്റുപറയാത്തതായിട്ടുള്ളതായ ഒരു നീതീകരണം. गलत शिक्षा सिखाने वालों ने सिखाते हैं पाप ढांप कर, पाप अपराध परमेश्वर के सामने अपने आप को स्वयं कहकर अपने जिंदगी सुख सुखी में, इसकी अर्थ स्वर्ग राज्य जाने के लिए वचन की घोषणा में रहते हैं जो लोग मसीह के संतान बन जाते हैं। ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്നതിന് പകരം വിശ്വാസം വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ട് ജനത്തെ പഠിപ്പിക്കുന്നു. और धर्मशास्त्र की वचन अपनाया, ग्रहण किया, स्वीकार किया, सिवा अपने लालसा में जाकर सिखाने वाले शिक्षक आजकल दिनों में ज्यादा है।
വാസ്തവത്തിൽ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നതായ ഒരു വ്യക്തി അത് ലോകത്തിന്റെ മുമ്പിലും അത് ക്രൂശിന്റെ മുമ്പിലും ക്രൂശിക്കപ്പെട്ട യേശുവിന് മുമ്പിലായി നിൽക്കുന്നു. सच्चे रीति पर सांसारिक जीवन की और अभिलाषाओं को त्याग कर कर मसीह की वचन शक्ति सामर्थ अपनाया और उन्होंने मनुष्य और मसीह के सामने सिर हृदय के साथ खड़ा हो जाते हैं. അത് ലോകത്തോട് അവൻ പറയും, ഐ വിൽ ഫോളോ ജീസസ്, ഞാൻ യേശുവിനെ പിന്തുടരും പിന്തുടരും എന്ന് അവൻ പ്രഖ്യാപിക്കും. और उन्होंने अपना स्वयं प्रख्यापित होते हैं, मैं यीशु मसीह की वचन को हो लिया जाएगा. സൗഖ്യമാക്കുന്ന യേശുവിനെ ലോകത്തിന് ഇഷ്ടമാണ്. चंगाई देने वाला मसीह को सांसारिक रोगों को बहुत प्रेमी है. പാപത്തിന് പരിഹാരം വരുത്തുന്ന യേശുവിനെ ലോകത്തിന് ഇഷ്ടമില്ല. पाप परिहार करने वाला वो लोगों को मसीह को इतना प्रेम नहीं होते हैं. സ്വർഗരാജ്യത്തില് നിരവധി കിരീടങ്ങൾ ധരിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധന്മാർ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു കാലത്ത് അവർ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെ വഹിച്ചവരായിരുന്നു. और स्वर्ग राज्य में इतनी बड़ा भीड़ खड़ा है, ये कहां से आया है पूछताछ करने की समय है. और स्वर्गदूतों ने ही बात कहलाता है, ये भूमि में थे बहुत प्रकार के कष्ट शोक भोगना हुआ लोग है. കാൽവരി ക്രൂശിൽ അത് ക്രൂശിക്കപ്പെട്ട യേശുവിനെ കാണുമ്പോൾ ലോകം പറയും അതൊരു ദുരന്തമായിരുന്നു എന്ന്. और सांसारिक लोगों ने देखेगा तो यीशु मसीह के क्रूसारोहण और इतनी बड़ा गंभीरता में थे. എന്നാൽ യഥാർത്ഥ ക്രിസ്തുഭക്തൻ പറയും അത് സ്നേഹത്തിന്റെ വിജയമായിരുന്നു, അത് പാപം ശിക്ഷിക്കപ്പെട്ടു എന്ന് പറയും. ये सच्चे मसीह को आज्ञाकारी होने वाले कहला जाएगा और एक स्वयं त्याग किया हुआ अर्पण किए हुए एक भयभक्ति की मनुष्य है. കാൽവരി ക്രൂശിലൂടെ നമുക്ക് ലഭിക്കുന്നത് നിത്യ രക്ഷയും അത് വിശുദ്ധീകരണവും അത്രേ. काल्वरी क्रूस पर से हमको मिलता हुआ है उद्धार और रक्षक है. അതുകൊണ്ട് ഈ അത് ബ്ലഡ് ഇല്ലാത്തതായ രക്തരഹിതമായിട്ടുള്ളതായ ഒരു ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഒന്നത്രേ. रक्त सिवा लोगों सिवा होता है वो अनर्थकारी जो चीज बन जाते हैं. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന നമുക്കൊരർത്ഥം ഈ കാൽവരി ക്രൂശിലേക്ക് അരികിലേക്ക് ഓടിച്ചെല്ലാം നമ്മുടെ പാപത്തിന് ഒരു പരിഹാരം അവിടെ നമുക്ക് കാണുവാൻ കഴിയും. काल्वरी शिला पर क्रूस पर दौड़ कर आए, सच्चाई वचन की घोषणा के लिए, मानने के लिए, उन्हीं के लिए जीने के लिए तैयारी होने के लिए. വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടതായ ഒരു വ്യക്തിക്ക് നിശബ്ദനായിരിക്കുവാൻ കഴിയില്ല. सत्य सच्चाई वास्तविक तौर पर यीशु को अपनाया हुआ एक व्यक्ति को चुपचाप रह नहीं सकते हैं. അവനിൽ വ്യാപരിക്കുന്നതായ ഉയർപ്പിന്റെ ശക്തിയെ നമുക്ക് ഒളിച്ചു വെക്കുവാൻ കഴിയില്ല. और उन्होंने वास होते हैं पुनरुत्थान की सामर्थ्य, उसको छुपा कर रख नहीं सकते हैं. അത് തീയിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ടതായ രക്ഷപ്പെട്ടതായ ഒരു മനുഷ്യന് മറ്റുള്ളവർ തീയിൽ കിടന്ന് അത് ഉരുകുന്നത് വെന്തുപോകുന്നത് കണ്ടു നിൽക്കുവാൻ കഴിയില്ല. आग में ताया हुआ लोग उसी में से उद्धार पाएगा तो, और आग में गिरे हुए लोगों का कष्ट देखते हुए चुपचाप बैठ नहीं सकते हैं. ഉയർത്തെഴുന്നേറ്റതായ യേശു കർത്താവ് വന്നിട്ട് ശിഷ്യന്മാരെ അഭിനന്ദിക്കുകയല്ല ചെയ്തത്, അവരെ ഒരു ഗ്രേറ്റ് കമ്മീഷൻ ഏൽപ്പിക്കുകയത്രേ ചെയ്തത്. और यीशु मसीह ने वापस आकर अपना शिष्यों को तूने किए हुए काम देखकर अभिनंदन कर नहीं किया, और उनको आदर के साथ प्रेम से उन्होंने खींच लिया. അതുകൊണ്ട് ഒരു സുവിശേഷകന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും ഉയരുന്നതായ ദൈവത്തോടുള്ളതായ കൃതജ്ഞതയുടേതായ ഒരു അനുഭവമാണ്. इसी कारण में एक सुसमाचारक वचन की घोषक उन्होंने मसीह ने उनका जीवन में दिए हुए
एक बहुत सामर्थ्य की शक्ति उसके बारे में घोषणा देता है। അതെ, രക്ഷയുടെ അനുഭവത്തിലായിരിക്കണം വീണ്ടെടുക്കപ്പെട്ട ഓരോ വ്യക്തിയും അവൻ ഈ ലോകത്തോട് യേശുക്രിസ്തുവിന്റെ സന്ദേശം അറിയിക്കുകയും ഉറങ്ങുന്നവനെ ഉണർത്തുകയും ചെയ്യും. यीशु मसीह के सुसमाचार अपना हृदय में आएगा तो सोते हुए लोग जागने के लिए उनको उठा लेते हैं। ജനത്തെ പിന്നെ കെട്ടുകഥകളും മറ്റുമൊക്കെ പറഞ്ഞ് കർണരസപ്രദമായുള്ള കഥകൾ പറഞ്ഞ് കേൾപ്പിച്ച് അവരെ എന്റർടൈൻ ചെയ്യുന്നതായ അത് ആസ്വാദ്യകരമായിട്ട് കുറെ സമയം ചെലവാക്കുന്നതിന് വേണ്ടിയല്ല നാം ദൈവാലയത്തിൽ കൂടുന്നത്. परमेश्वर की आराधनालयों में हम आते हैं पुराना कहानी कहकर गलत शिक्षा देते हुए भीड़ को जमा करने का काम है नहीं, सच्चाई वचन सिखाने के लिए जमा होना आवश्यकता है। വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ കിരീടം എന്ന് പറയുന്നത് അത് ഇവിടെ ഈ ലോകത്തിൽ കർത്താവിന്റെ ക്രൂശ് വഹിക്കുന്നതായ വ്യക്തികൾക്കാണ്. पवित्रताई में जीवन बिताने वाले पवित्र लोगों के लिए मसीह ने रखा हुआ मुकुट पाने के लिए जीवन उनका हाथ के नीचे सौंपना हमारा आवश्यकता है। വിശുദ്ധന്മാർക്ക് ലഭിക്കുന്നതായ കിരീടം എന്ന് പറയുന്നത് അത് വേദനയുടെയും കഷ്ടതയുടെയും മുൾക്കിരീടങ്ങളുടെയും ഒരു കഥയാണ്. और हम ये बात जान चले यीशु को अपनाया, ग्रहण किया, कष्ट और कांटे की मुकुट और कड़वापन के जीवन हमारे में आते हैं। DL മൂഡിയുടേതായ ജീവിതത്തിലെ ചില അനുഭവങ്ങളോട് പരാമർശിച്ചുകൊണ്ട് ഈ സന്ദേശം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. DL മൂडी ऐसा एक महान व्यक्ति के बारे में एक शब्द कहकर मैं आज की वचन समाप्त करने के लिए चाहता है। അദ്ദേഹം പരിമിതമായ സാഹചര്യങ്ങളിൽ വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിൽ ജീവിച്ചു. उन्होंने एक कंगाल भवन में दरिद्र परिवार में जन्म पाया था। അദ്ദേഹം 4 വയസ്സുള്ളപ്പോൾ തന്റെ പിതാവ് ഒരു മെയ്സൺ അദ്ദേഹം മരിച്ചുപോയി. DL മൂडी की उम्र 4 वर्ष की थी, उसी समय उनका पिताजी गुजर गया है। അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് 9 മക്കൾ ഉണ്ടായിരുന്നു. उनकी माँ को दूसरा और 9 बच्चे थे। വരുമാന മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു, കുടുംബത്തിൽ പരമദാരിദ്ര്യമായിരുന്നു. और आवक कुछ नहीं थे और घर के अंदर अकाल थे। ആ അമ്മ മക്കളോട് പറയുമായിരുന്നു, മക്കളെ നമുക്ക് ജീവിതത്തില് പിന്നെ സമ്പത്തൊന്നുമില്ല, എന്നാൽ നമുക്ക് കർത്താവുണ്ട് എന്ന് അവരെ ആശ്വസിപ്പിച്ചു. मोर माना ने माताजी ने अपना पुत्रों को अपने पुत्र ये बात कहरा दिया, खाने पीने रहने की कुछ सुविधा है नहीं है तो भी हमारे लिए मसीह है। യൗവനപ്രായത്തിൽ തന്റെ അമ്മാവന്റേതായ ഷൂ കടയിലെ ഒരു സെയിൽസ് ബോയ് ആയിട്ട് അദ്ദേഹം കടന്നുപോയി. जमाने दिशा में उनका माँ के भाई के घर में एक और जूते बेचने की जो दुकान में काम के लिए गया। അവന്റെ അമ്മാവന് ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളായിരുന്നു, നീ എല്ലാ ദിവസവും എന്റെ കൂടെ പള്ളിയിൽ വരാൻ തയ്യാറാവുകയാണെങ്കിൽ ഞാൻ നിന്നെ ജോലിക്കെടുക്കാം. वो व्यक्ति ने ये चेतावनी दिया तो हमारा दुकान में तुमको नौकरी देंगे, लेकिन हर समय गिरजाघर में प्रार्थना के लिए आएगा तो तुमको मैं कामों में ठहरा देंगे. ആരാധനാ മധ്യേ അവൻ യേശുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ച ദൈവത്തിന്റെ ഒരു അഭിഷേകം അവന്റെ മേൽ വന്നു. और आराधना के मध्य में परमेश्वर की पवित्र आत्मा और उसके ऊपर उंडेल दिया है, मसीह को अपनाया, एक सामर्थ्य व्यक्ति बन गया. അവൻ ചേരി പ്രദേശങ്ങളിൽ കടന്നുപോയി നിർധനരായ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ കൂട്ടിവരുത്തി അവരോട് യേശുവിന്റെ സുവിശേഷം അറിയിച്ചു. उसके ऊपर एक अभिषेक आया, इसी कारण में शेरी जाकर कंगाल अघाल जो बालकों के साथ सुसमाचार बांटने दिया. തകർന്ന ജീവിതങ്ങളെ കാണുമ്പോൾ അവന് അടങ്ങിയിരിക്കുവാൻ കഴിയില്ല.
टूटे फूटे मन वालों को देखते हुए उन्होंने चुपचाप बैठ नहीं सकते हैं। അവനെ ആളുകൾ അതെ കളിയാക്കി. അതെ, ഷൂ കടയിലെ സെയിൽസ്മാൻ ഇതാ ഒരു ഒരു പ്രസംഗകനായി നിൽക്കുന്നു എന്ന് പറഞ്ഞ് അവനെ കളിയാക്കി. और उनको समझने वाला उन्होंने टट्टा उड़ाया, और शू बेचने वाला, जूते बेचने वालों के दुकानदार ने आकर सुसमाचार बन गया ये बात। തന്റെ മീറ്റിങ്ങുകളിൽ മുതിർന്ന ആളുകളും കടന്നു വരുവാൻ തുടങ്ങി. തന്റെ അത് പ്രസംഗത്തിലൂടെ അനേകർ കണ്ണുനീരൊഴുക്കുന്നതിനും മാനസാന്തരപ്പെടുന്നതിനും വലിയൊരു ഉണർവ് അവിടെ ഉണ്ടാക്കുന്നതിന് കഴിഞ്ഞു. बड़े बड़े महान लोग आकर इनका आराधना में आकर आंसू बहा बहाकर ऐसे प्रार्थना करने के लिए शुरू किया। പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരം പ്രാപിച്ചതായ ഒരു വ്യക്തി, അവൻ ഇന്ന് അനേകം അത് തകർന്ന ഹൃദയങ്ങളുടെ ഉടമയായ വ്യക്തികളെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. पवित्र आत्मा में टूटे फूटे मन वाले आजकल भी दिनों में भी हजारों लोगों को अपनाया है, यीशु की ओर सिर और मन लगाया है। കർത്താവെന്നും ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ ആരാണോ അതിന് സമ്മതിക്കുന്നത്, വിധേയപ്പെടുവാൻ സമ്മതിക്കുന്നത്, ആഗ്രഹിക്കുന്നതായ ആളുകളെ ദൈവം ഉപയോഗിക്കും, അല്ലാതെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ അല്ല. मसीह ने आज भी उपयोग करते हैं टूटे फूटे मन वालों को जाकर सुसमाचार सुनाकर यीशु की ओर लाने वालों को प्रभु चाहते हैं। താൻ 2 ആഴ്ചത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ലണ്ടനിലേക്ക് കടന്നുപോയി എങ്കിലും ആ മീറ്റിങ്ങുകൾ 2 വർഷക്കാലം അവിടെ തുടർമാനമായി ഉണ്ടായിരുന്നു. लंदन की ओर 2 सप्ताह की मीटिंग के लिए गया तो 2 वर्ष वहां पर निरंतर सेवकाई में लवलिन रहा। 1861 മൂടി ബൈബിൾ സ്കൂൾ ആരംഭിച്ചു. और 88 और 92 में मूडी ने बाइबल स्कूल शुरुआत किया। തന്റെ ബൈബിൾ സ്കൂളിലൂടെ താൻ ആഗ്രഹിച്ചത് അക്കാഡമിക് നിലവാരം പുലർത്തുന്നതായ ദൈവശാസ്ത്ര തിയോളജിയൻസിനെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയല്ല. और उन्होंने आग्रह किया बहुत जाने वैज्ञानिकों को बनाने के लिए है नहीं, നഷ്ടപ്പെടുന്ന ആത്മാക്കളെ കുറിച്ച് ഒരു ഭാരമുള്ളതായ അവരെ സുവിശേഷം അറിയിക്കുന്നതായ ആവേശമുള്ളതായ വ്യക്തികളെ, തൊഴിലാളികളെ അവർ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നതിന് വേണ്ടി അത്രേ തന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ട് താൻ വിഭാവന ചെയ്തത്. बोझ से दबे हुए लोगों को लाने के लिए, सुसमाचार के लिए बोझ उठाने वाले सेवकों को तैयारी कर लाने के लिए प्रयत्न करने वालों को रूपांतर में लाने के लिए ये स्कूल चालू किया है. ആ സ്ഥാപനത്തിലൂടെ തന്റെ കാലശേഷവും നൂറ്റാണ്ടുകളായിട്ട് തന്റെ വചനം അത് ഇന്നും തുടർമാനമായിട്ട് പ്രസംഗിച്ചു കൊണ്ടേയിരിക്കുന്നു. जो इतने वर्ष बीत गई, मुड़ी की और पाठशालाओं में सिखाया, आज कल भी वो पाठशाला में बहुत सारे लोग यीशु की मार्ग सीखते हैं. നിർഭാഗ്യവശാല് അത് ആത്മമണ്ഡലത്തില് ജ്വലിച്ചതായ അനേകം ഭക്തന്മാർ, ദൈവദാസന്മാർ തങ്ങളുടെ കാലശേഷം അത് പിന്തുടരുന്നതായ ഒരു സംവിധാനം ഒരുക്കാതെ മൺമറഞ്ഞുപോയി. और अपने आप को त्याग कर इतनी जिंदगी सरल होकर जिए हुए सेवकाई में लवलिन रहे थे जो लोग ये शिक्षा आजकल बुझ गई है. അനേക കഷ്ടപ്പാടുകളുടെ മധ്യേ, പ്രതികൂലങ്ങളുടെ മധ്യേ, ഒന്നുമില്ലായ്മയുടെ മധ്യേ അദ്ദേഹം തന്റെ ഹൃദയം കർത്താവിന് വേണ്ടി സമർപ്പിച്ചത് കൊണ്ട് ദൈവം ശക്തമായിട്ട് അദ്ദേഹത്തെ ഉപയോഗിച്ചു. और ऐसे प्रकार है, इतने स्वयं त्याग कर अपना जीवन समर्पण किए हुए लोगों को मसीह ने हाथ में लेकर इस्तेमाल किया है. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു നിമിഷം അത് ഇങ്ങനെ ചിന്തിക്കാം. കർത്താവ് നമ്മെക്കുറിച്ച് അങ്ങനെ അത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അതിനുവേണ്ടിയും നമ്മെ തന്നെ ഇതുപോലുള്ളതായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ദൈവം നമ്മയും ഉപയോഗിക്കുവാൻ തക്കവണ്ണം നമുക്ക് സമർപ്പിക്കാം. हम आज सुबह ही वक्त ये प्लेटफॉर्म में आए हुए लोगों स्वयं अपने आप को त्याग करते हुए हमारा मसीह की वचन की घोषणा के लिए
तैयारी हो जाए, मसीह हमें उठा लेंगे। ഈ വചനം നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് എങ്കിൽ കർത്താവിന് വേണ്ടിയും നമുക്ക് വേണ്ടി അല്ല, കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയും നമ്മെ തന്നെ സമർപ്പിക്കാം. ये वचन आपको जागृति देगा तो, देता है तो तैयारी हो जाए, मसीह हमें हाथ में लेकर इस्तेमाल करेगा. നമ്മുടെ പരിമിതികളും കഷ്ടതകളും ദുരിതങ്ങളും അതിന്റെ മധ്യേ തന്നെ യേശുവിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മെ ദൈവം ഉപയോഗിക്കട്ടെ. हम सीमा डालते हैं, सीमा सिवा, और मसीह ने मसीह की काम के लिए जागृति में लाए. ये वचन हमको उत्साहित करे. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ये वचनों से मसीह हमें आशीष करे. आमीन.